ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ ആധാർ കാർഡിന് അപ്ഡേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതും ജൂൺ 6 2026 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ആധാർ കാർഡിനെ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അഥവാ നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് പഴയതാണെങ്കിൽ അതിപ്പോൾ ഇന്നാക്റ്റീവ് ആകാൻ ചാൻസസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിനെ ആക്റ്റീവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസകൾ കൊടുക്കേണ്ടി വരും. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും ആധാർ കാർഡിനെ എങ്ങനെ ഓൺലൈനിലൂടെ നമുക്ക് ഫോണിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതും 5 മിനിറ്റിൽ. അതേപോലെ നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് എല്ലായിടത്തും യൂസ് ആകുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അതിൽ യൂസ് ആകും. അതോ ബാങ്കിന്റെ അകത്ത് ഏതെങ്കിലും KYC ചെയ്യാൻ വേണ്ടിയിട്ടോ അതോ ഏതെങ്കിലും ഓൺലൈനിലൂടെ KYC ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് യൂസ് ആകും. അതുകൊണ്ട് ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ആക്റ്റീവായിട്ട് വെച്ചിരിക്കണം. സോ അതുകൊണ്ട് നിങ്ങൾ ആധാർ കാർഡിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതെ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക മൈ ആധാർ. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഒഫീഷ്യൽ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡോക്യുമെന്റ് അപ്ഡേറ്റ്. ഈ ഒരു ഫീച്ചർ വന്നിട്ട് ഒരു ലിമിറ്റഡ് സമയത്തിന് വേണ്ടി ഫ്രീ ആണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 14 ജൂൺ 2026 വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ട ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. ഇവിടെ ഒന്നാമത്തത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, രണ്ടാമത്തത് പ്രൂഫ് ഓഫ് അഡ്രസ്സിന്റെ ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ റിലേറ്റഡ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളിലുള്ള ഡോക്യുമെന്റ് ഇവിടെ കൊടുത്താൽ മതി. എങ്ങനെയാണ് കൊടുക്കേണ്ട ഫുൾ ലൈവ് പ്രോസസ് ഞാൻ ഫ്രണ്ടിലോട്ട് കാണിച്ചു തരാം. ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലിക്ക് ടു സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇവിടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ കാണുന്ന ലോഗിൻ വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഫോണിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആധാർ ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ആധാറിന്റെ ഫ്രണ്ട് ഡീറ്റെയിൽ എന്താണ്, ബാക്ക് ഡീറ്റെയിൽ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു കറക്ഷനും ഇല്ല. അഥവാ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തനി ഫോമാണ് ഫിൽ ചെയ്യണം. ഇതിൽ നമ്മൾ ഒരു തരത്തിൽ KYC ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആധാർ കാർഡിൽ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു KYC ആകും. അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും എങ്ങനത്തെ പ്രോസസ്സിലൂടെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് 4 സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. ഇവിടെ 2 സ്റ്റെപ്പ് വന്നിട്ട് നമ്മളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, 2 സ്റ്റെപ്പ് വന്നിട്ട് ഗവൺമെന്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഇവിടെ നമ്മളെ ബേസിക് ഇൻഫർമേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മളെ ഡീറ്റെയിൽ ആണെന്ന് പറഞ്ഞിട്ട് ഹിയർ ബൈ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ കാണാൻ പറ്റും പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മളെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റിൽ ഏതൊക്കെ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് നിങ്ങളെ കയ്യിലുണ്ടോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ST, SC, OBC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങളെ മാർക്ക്ഷീറ്റ് ആയാലും അതോ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏത് ഡോക്യുമെന്റ് ആണോ സെലക്ട് ചെയ്യുന്നോ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഡോക്യുമെന്റ് ഫയൽ വന്നിട്ട് JPG, PNG അതോ PDF ഫോർമാറ്റിൽ ഉണ്ടാകണം. അതേപോലെ ഡോക്യുമെന്റ് സൈസ് വന്നിട്ട് 2 MB ഉള്ളിൽ ഉണ്ടാകണം. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അഥവാ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസിലായാലും അതോ വോട്ടർ ID കാർഡിലായാലും അതോ നിങ്ങളെ പാസ്പോർട്ടിലായാലും അതിന്റെ ഫ്രണ്ടും ബാക്കിലും നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ പകുതി ഇൻഫർമേഷൻ ഫ്രണ്ടും ബാക്കിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഫ്രണ്ടും ബാക്കും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഫയൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഫ്രണ്ടും ബാക്കും പകുതി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടിനെയും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഒറ്റ ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനെ നമുക്ക് PDF ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഒറിജിനൽ ഡോക്യുമെന്റ് ആയിരിക്കണം. അഥവാ നിങ്ങൾ ഫോട്ടോ കോപ്പി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിജക്റ്റ് ആകാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഏത് ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഗ്രീൻ ലൈൻ കാണിക്കും. അതിന്റെ അർത്ഥം നമ്മൾ ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ടാകും ഡോക്യുമെന്റ്. ഇതേപോലെ നമ്മൾ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതാണ് പ്രൂഫ് ഓഫ് അഡ്രസ്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ ലിസ്റ്റുകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ചില ഡോക്യുമെന്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങളെ പാസ്പോർട്ട് ആയാലും നിങ്ങളെ വോട്ടർ ID കാർഡ് ആയാലും ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങളെ റേഷൻ കാർഡ് ആയാലും ഇവിടെ ഇലക്ട്രിക് ബില്ലായാലും ഗ്യാസ് സിലിണ്ടർ
ബില്ലായാലും ഇവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങളെ പാസ്ബുക്ക് ആയാലും നിങ്ങളെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഏത് ഡോക്യുമെന്റ് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ് പ്രൂഫിന്റെ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഞാൻ ഫസ്റ്റ് ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ ഞാൻ സെയിം വോട്ടർ ഐ ഡി കാർഡിന് കൊടുത്തത് അതേ സെയിം ഡോക്യുമെന്റ് ഞാൻ ഇവിടെയും സെലക്ട് ചെയ്ത് കൊടുത്തു. പ്രൂഫ് ഓഫ് അഡ്രസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ രണ്ടിലും ഒരേ ഡോക്യുമെന്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇവിടെ ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഷോ ആകുന്നുണ്ടാകും. ഇതിനു മുമ്പ് നമുക്ക് സാധാരണമായിട്ട് ഇവിടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീസ് ചോദിക്കുന്നുണ്ടാകും. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ സർവീസ് വന്നിട്ട് നമുക്ക് 14 ജൂൺ 2026 വരെ നമുക്ക് ഫ്രീ ആണ്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ ഫോം വന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളെ ഫോം വന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതും ഒരു പേയ്മെന്റ് ചെയ്യാതെ തന്നെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് ഷോ ആകുന്നുണ്ടാകും. ഈ സ്ലിപ്പിൽ നമുക്ക് SRN നമ്പർ കാണാൻ പറ്റും. ഈ SRN നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നിങ്ങളെ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അഥവാ എന്തെങ്കിലും ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ SRN നമ്പർ ആവശ്യം വരും. ഈ ഒരു സ്ലിപ്പിൽ നമുക്ക് കാണാൻ പറ്റും SRN നമ്പർ. ഈ ഒരു SRN നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രോസസിംഗ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഈ സ്ലിപ്പിനെ സേഫ് ആക്കി വെക്കുക. അതേപോലെ നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതേപോലെ നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ ഏതൊക്കെ ഫോമുകൾ സബ്മിറ്റ് ചെയ്യുന്നോ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡാഷ്ബോർഡിൽ വരുമ്പോൾ അതിന്റെ കറന്റ് സ്റ്റേറ്റസ് എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോഴാണ് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് എല്ലാം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഫോം വന്നിട്ട് നമ്മളെ സൈഡിൽ നിന്ന് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിവിടെ കൊടുത്ത ഡോക്യുമെന്റ് എല്ലാം ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നമ്മൾ ആധാർ കാർഡിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഡോക്യുമെന്റ് എല്ലാം വെച്ചിട്ട്. അതേപോലെ ഇത് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നിങ്ങൾ ആധാർ കാർഡിൽ 10 വർഷത്തിൽ ഒരു കർഷണം നടന്നിട്ടില്ലെങ്കിൽ അത് ഇപ്പൊ തന്നെ ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫാമിലിയിലുള്ളവരെ ആധാർ കാർഡ് വന്നിട്ട് പഴയതായിരിക്കും, നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നെല്ലാം കൺഫേം ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്തിൽ എല്ലാവരും ആധാർ കാർഡ് വന്നിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. അഥവാ അവർക്കും ഒരു കറക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ അപ്ഡേഷൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നിങ്ങൾ ആധാർ കാർഡിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ ഫോട്ടോയിലോ അതോ നിങ്ങളെ ഫോൺ നമ്പറിലോ നെയിമിലോ അഡ്രസ് ചേഞ്ച് ചെയ്യാനോ അതോ ഫാദർ നെയിമിൽ കറക്ഷൻ ചെയ്യാനോ അതോ നിങ്ങളെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ അതിന്റെ സെപ്പറേറ്റ് ഫോമാണ്. അതിന്റെ പ്രോപ്പർ വീഡിയോ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.